സ്വപ്നത്തിൽ മാത്രം കണ്ട ഒരാളോടൊപ്പം നിങ്ങൾക്ക് അസാധാരണമായ ഒരു ആത്മബന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്റെ കോളേജിലെ അവസാന സെമസ്റ്ററിൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നെ അടിച്ചു വീഴ്ത്തി. ഞാൻ നടന്നു പോവുകയായിരുന്ന വഴിയിലൂടെയായിരുന്നു അവൻ കാർ ഓടിക്കാൻ ശ്രമിച്ചത്. അവൻ ഏകദേശം 100 കിലോയ്ക്കടുത്ത് ഭാരമുള്ള ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ 54 കിലോ. ഞാൻ നിലത്തേക്ക് വീണു. പിന്നീട് എഴുന്നേറ്റു ക്ലാസ്സിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെ കണ്ടപ്പോൾ മുതൽ എന്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. മാസങ്ങളോളം ഞാൻ അവളെ പിന്തുടർന്നു. അവളുടെ പിന്നാലെ നടന്ന ചില പൂവാലന്മാരെ ഞാൻ പതുക്കെ ഒഴിവാക്കി. 2 വർഷങ്ങൾക്കു ശേഷം ഞങ്ങൾ വിവാഹിതരായി. വൈകാതെ തന്നെ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു വീട്ടമ്മയായിരുന്നു. 2 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു മകനും ജനിച്ചു. ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായി. ഞാൻ ഏറ്റവും സന്തോഷവാനായി. എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതിനു മുൻപ് ഞാൻ എന്റെ മക്കളുടെ മുറിയിൽ പോകുകയും അവരെ സ്നേഹം കൊണ്ട് പൊതിയുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ സ്വീകരണ മുറിയിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ മേശയിലുള്ള ടേബിൾ ലാമ്പിനു എന്തോ പ്രത്യേകതയുള്ളതുപോലെ. അതിപ്പോഴും 3Dയിൽ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അതിൽ തന്നെ കണ്ണും നട്ടിരുന്നു. എനിക്ക് അതിൽ നിന്നും കണ്ണെടുക്കാനാവുന്നില്ല. എന്താണ് പ്രത്യേകതയെന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു രാത്രി മുഴുവൻ അതും നോക്കി നിന്നു. പിറ്റേന്ന് പകൽ ഞാൻ ഓഫീസിൽ പോയില്ല. ആ ലാമ്പും നോക്കി നിന്നു. ഊണും ഉറക്കവുമില്ലാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ആദ്യം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ മാത്രം എണീച്ചു. പിന്നീട് അതും നിർത്തി. ഞാൻ ഒന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചില്ല. ഞാൻ ആ നാശം പിടിച്ച ലാമ്പും നോക്കി നിന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം എന്റെ ഭാര്യ വളരെയധികം ആശങ്കയിലായി. ആരെയൊക്കെയോ കൂട്ടിക്കൊണ്ടുവന്നു എന്നെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നപ്പോഴേക്കും എന്റെ ബോധം നശിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യ കുട്ടികളെയും കൂട്ടി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം എനിക്ക് ബോധം തെളിയാൻ തുടങ്ങി. ലാമ്പ് യഥാർത്ഥമല്ല, വീട് യഥാർത്ഥമല്ല, എന്റെ ഭാര്യയും കുട്ടികളും ഇതൊന്നും യാഥാർത്ഥമല്ല. കഴിഞ്ഞ 10 വർഷം ഞാൻ ജീവിച്ച ജീവിതം അതുപോലും യാഥാർത്ഥമല്ല. ലാമ്പ് വളരാൻ തുടങ്ങി, വലിപ്പത്തിലും ആഴത്തിലും. അതിപ്പോഴും തല തിരിഞ്ഞാണിരിക്കുന്നത്. എനിക്ക് അതുമാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ചുവന്ന ലാമ്പ് എന്റെ കണ്ണിൽ നിറഞ്ഞു നിന്നു. എന്റെ കണ്ണിൽ ഇപ്പോൾ ചുവപ്പ് മാത്രം. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. കൂവൽ, അലറൽ, അതിനൊപ്പം വല്ലാത്ത വേദന, തീവ്രമായ വേദന. ഞാൻ അലറി എന്നിട്ട് കണ്ണുകൾ തുറന്നു. ഞാൻ മണ്ണിൽ കിടക്കുകയായിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ എന്നെ ചുറ്റി നിൽക്കുന്നു. പലരുടെയും മുഖത്തു ഭയമാണ്. ഞാൻ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരു പോലീസ് ഓഫീസർ എന്നെ വാരിയെടുത്തു. പുല്ലിലൂടെയും നടപ്പാതയിലൂടെയും നടന്നു ഒരു പോലീസ് കാറിന്റെ പിൻസീറ്റിൽ കൊണ്ടിട്ടു. അവൻ ആംബുലൻസ് കാത്തിരിക്കാതെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. CT സ്കാനുകളും മറ്റു പരിശോധനകളും നടത്തി. അതിനുശേഷം 3 വർഷം ഞാൻ കടുത്ത വിഷാദത്തിലായിരുന്നു. യഥാർത്ഥമല്ലെങ്കിലും 10 വർഷത്തോളം ഞാൻ സ്നേഹിച്ച എന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നി. കരഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങിയത്. സ്വപ്നത്തിലെങ്കിലും അവളെ കാണുമെന്നു ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. പക്ഷേ കുറച്ചു കാലമായി എനിക്ക് എന്റെ മകനെ കാണാൻ പറ്റുന്നുണ്ട്. പെരിഫറൽ വിഷനിൽ മാത്രം. അവനെപ്പോഴും 5 വയസ്സാണ്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അതെനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.